അന്നമ്മേ, ഇത് നീ കുടി. വേണ്ട, എനിക്കൊന്നിനും രുചിയില്ല. അല്ല, നിങ്ങൾക്ക് എന്ത് പറ്റിയ അന്നമ്മേ? എന്താണ് അസുഖം? ഇവിടെ ഒരു പുതിയ ജീവൻ ഉണ്ടായിരിക്കുന്നു. മകനായിരിക്കും, ഇതുപോലെ തന്നെ. എന്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ. ഞാൻ എന്നും അങ്ങനെ ആദ്യമായിരിക്കും. എന്നെയല്ലാതെ എനിക്കുള്ളതെല്ലാം എനിക്കായി. കരിമൂർത്തെ, അങ്ങയല്ലാതെ ഞാൻ വേറെ ആരെയും ആരാധിക്കില്ല. അങ്ങേക്കുള്ള കന്യകളെ ഞാൻ അങ്ങേക്കായി കൊണ്ടുവന്നോളാമേ. ഇത് സത്യം, ഇത് സത്യം. കരിമൂർത്തെ, ഇത് സത്യം.
വിളിക്കൂ. ഹീസ് എ നൈസ് മാൻ. ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ വലിയ ഇഷ്ടമാണ്. ഇദ്ദേഹമല്ല സാർ. അപ്പോ ആ മിസ്റ്റർ തോമസ് ഈ കോളേജിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് തീർച്ചയാണോ? ഈ കോളേജിന്റെ പേരാണ് പറയാറ്. യു ക്യാൻ ഗോ. പക്ഷേ നിങ്ങൾ വിവരിക്കുന്നത് പോലെ ഒരാൾ ഇവിടെ മുമ്പ് ജോലി ചെയ്തിരുന്നില്ലല്ലോ, ഇപ്പം ജോലി ചെയ്യുന്നില്ല. എന്തോ പിശക് പറ്റി കാണും. യെസ് സാർ, മേ ബി. ചിലപ്പോൾ ഞാൻ കേട്ടതിന്റെ പിശകായിരിക്കും. ഞാൻ വേറെ അന്വേഷിച്ച് നോക്കാം. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എന്തെല്ലാമോ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത് പോലെ തോന്നുന്നു. സലാമുണ്ട്. സലാമുണ്ട്. ആരാണ് മനസ്സിലായില്ലല്ലോ? എന്റെ പേര് രവി, തറയിൽ അനന്തക്കുറിപ്പിന്റെ മകനാ. ആളെങ്കിൽ കയറി വലുതായല്ലേ. നമ്മുടെ അനന്തക്കുറിപ്പിൽ വിശേഷമൊന്നുമില്ലല്ലേ? അച്ഛൻ മരിച്ചു, ഒരു കൊല്ലമായി. അല്ലോ ചതിച്ച. നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇത് ഇബിലീസിനെ എങ്ങനെ പിടിക്കും? ഞങ്ങളെല്ലാം അതിനായി ശ്രമിക്കുന്നവരാണ്. ഇവരൊക്കെ ആരാണ്? അച്ഛന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം പിന്നെയും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ വീടുകളിൽ ആൾക്കാരാണ് ഇവരെല്ലാം. എന്റെ റബ്ബേ, അപ്പൊ അവിടെയെല്ലാം ആ അറാം പറഞ്ഞ ശൈത്താൻ പണി പറ്റിച്ച. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ മുത്തച്ഛന്റെ പെങ്ങളെ ഒരാൾ വശപ്പെടുത്തി കൊണ്ടുപോയത്. 65 വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. അവരും ഈ നിഗൂഢതയ്ക്ക് ഒരു തുമ്പുണ്ടാക്കാൻ അന്വേഷിക്കുകയായിരുന്നു. അപ്പോ എല്ലാവരും ഒത്തുകൂടി. ഇത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ ഇബിലീസിനെ പിടിക്കാനെ കൊണ്ട് ശ്രമിക്കാം. ഞമ്മക്ക് വയസ്സായി, എന്നാലും നമ്മളെ മോനുണ്ട് സലാം. ഓൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതെ പാപ്പ. മോളെ എൽസി, ഉടുപ്പിടാൻ നേരമായി. എനിക്ക് വേണ്ട. എന്താ, സ്കൂളിൽ പോകണ്ടേ? മടി പിടിച്ചിരിക്കാനല്ലേ? വേഗം ഉടുപ്പിട. പെട്ടെന്നാട്ടെ, എനിക്ക് നേരമായി. ഞാനില്ല, ഞാൻ സ്കൂളിൽ പോവില്ല. എന്താ മോളെ? അമ്മച്ചി ഉടുപ്പിട്ട് തരാം. സ്കൂളിൽ പോകാൻ വേണ്ട. അടികൊള്ളും. വേഗം ഉടുപ്പിട. ഞാൻ സ്കൂളിൽ വരില്ല. ആ കുട്ടികളെ. ഏത് കുട്ടികള്? കുട്ടികൾ എന്ത് ചെയ്തു? എന്നെ കളിയാക്കുന്നു. എന്തിനാ മോളെ കളിയാക്കുന്നേ? അമ്മച്ചി നിന്റെ ടീച്ചറോട് പറഞ്ഞ് അവൾക്ക് അടി വാങ്ങിക്കൊടുപ്പിക്കാം. വാ. എനിക്ക് അപ്പച്ചനില്ലെന്ന് കുട്ടികൾ പറയുന്നു. അപ്പച്ചൻ അമ്മച്ചിയോട് പെണ്ണുങ്ങി പോയിന്ന്. മോളെ, സാരമില്ല. കുട്ടികൾ എന്തെങ്കിലും പറയട്ടെ. അവർക്കെല്ലാം നിന്റെ ടീച്ചറോട് പറഞ്ഞ് അടി കൊടുപ്പിക്കാം. മോള് വന്നുടുപ്പിട. ഞാൻ വരില്ല. എനിക്ക് അമ്മച്ചിയുടെ സ്കൂളിൽ പഠിക്കണ്ട. എന്നാൽ അമ്മച്ചി മോളെ വേറെ ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാം. അവിടെ നിന്നോടൊരു കുട്ടിയും ഒന്നും ചോദിക്കില്ല. നിനക്കവിടെ താമസിച്ച് പഠിക്കാം. അപ്പോ അപ്പോ അമ്മച്ചി ഞാൻ എപ്പോ കാണും? അമ്മച്ചി എല്ലാ ആഴ്ചയും വരും. അപ്പൊ കാണാം. അതുപോലെ മോള് ഇന്ന് അമ്മച്ചിയുടെ കൂടെ വാ.